നമസ്കാരം. ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. കൊലയ്ക്ക് പിന്നിൽ RSS എന്ന് CPM. മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങും. സഹായധനം മന്ത്രിസഭായോഗം തീരുമാനിക്കും. മുന്നണി വിപുലീകരണം സജീവമാക്കി UDF. PV അൻവറിനെയും CK ജാനുവിനെയും മുന്നണിയുടെ ഭാഗമാക്കും. ആദിവാസികൾക്ക് ഏറ്റവും സഹായം ചെയ്തിട്ടുള്ളത് UDF എന്ന ജാനു. UDFിലേക്കില്ലെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങോട്ട് പോയി ക്ഷണിക്കേണ്ടതില്ലെന്ന് VD സതീശൻ. തദ്ദേശ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞയിൽ വിവാദം. വകുപ്പ് സെക്രട്ടറിക്ക് പരാതി. കൊച്ചി മേയർ സ്ഥാനം വീതം വെക്കാൻ കോൺഗ്രസ്. തോൽവിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് CPM. കീഴ്ഘടകങ്ങളിലേക്ക് 22 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലി. തിരുവനന്തപുരത്ത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിയെന്ന് രക്ഷകർത്താവ്. പരാതി ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിനെതിരെ. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതോടെ നാളെ ക്രിസ്മസ് ആഘോഷം നടത്താൻ തീരുമാനം. ബോധപൂർവം വിവാദമുണ്ടാക്കുന്നതായി ഹൈന്ദവ സംഘടനകൾ. പുതുചരിത്രമെഴുതി എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രി. കൊല്ലം സ്വദേശിയുടെ ഹൃദയം ഇനി നേപ്പാൾ സ്വദേശിനിയിൽ തുടിക്കും. ഷിബു മടങ്ങുന്നത്. വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ, ചർമ്മമടക്കം ദാനം നൽകി. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും നോട്ടീസ് അയച്ച് കോടതി. 21-ന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകാൻ നിർദ്ദേശം. നടപടി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ. CCTV മെമ്മറി കാർഡ് നശിപ്പിച്ചത് കണ്ടക്ടർ എന്ന് യദു. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷം. നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവിന് വെടിയേറ്റു. ഇടക്കാല സർക്കാരിനെതിരെ ഷെയ്ഖ് ഹസീന. സാഹചര്യം വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായൺ ബഘേലിന് വടികൊണ്ട് പുറത്തും തലയ്ക്കും ക്രൂരമായി മർദ്ദനമേറ്റിരുന്നതായി റിമാൻഡ് റിപ്പോർട്ട്. പരിശോധനയിൽ രാം നാരായണന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകൾ കണ്ടെത്തി. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന വിമർശനം ശക്തമാക്കി CPM രംഗത്തു വന്നു. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മന്ത്രി K രാജൻ ചർച്ച നടത്തിയതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങും. രാം നാരായൺ ബഘേലിന്റെ കുടുംബത്തിനുള്ള സഹായധനം മന്ത്രിസഭായോഗം തീരുമാനിക്കും. പാലക്കാട് ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട രാംനാരായൺ ബഘേലിന്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങും. മന്ത്രി രാജനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിയന്തര ധനസഹായം മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ 10 ലക്ഷം രൂപ നൽകാം എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അത് പറ്റില്ല, 25 ലക്ഷം രൂപ നൽകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലായിരുന്നു കുടുംബം. അതിനുശേഷമാണ് മന്ത്രി രാജൻ ഇതുമായി ബന്ധപ്പെട്ട് അവർ കുടുംബവുമായി ചർച്ച നടത്തിയതും ഈ ധനസഹായം നൽകാം എന്ന് മന്ത്രിസഭായോഗം തീരുമാനിക്കുകയും ചെയ്തത്. മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള തീരുമാനത്തിലാണ് കുടുംബമുള്ളത്. അതേസമയം ആൾക്കൂട്ട കൊലപാതകത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ബംഗ്ലാദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളെ കൊല്ലുന്ന നടപടിയാണ് ഇവിടെ പലർക്കുമുള്ളത്. അതിന്റെ രാഷ്ട്രീയം പരിശോധിക്കണം. ഇതിന് പിന്നിലുള്ളത് സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ സാധിക്കുന്നില്ല. ഈ ബംഗ്ലാദേശിൽ വരുന്ന ആളാണ് എന്ന് പറഞ്ഞാണ് ആ പാവ മനുഷ്യനെ അടിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് വിദ്വേഷ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശി എന്ന് കേൾക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരാളെ ഉൾക്കൊള്ളാനാകാതെ അത്തരത്തിൽ ആരോപിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നും MP രാജേഷും ആരോപിച്ചു. RSS ഉണ്ടാക്കിയ ഒരു വിദ്വേഷ രാഷ്ട്രീയം
വംശീയ വിദ്വേഷം. അതാണ് ഇതിന്റെ കാരണം എന്നതാണ്. പുറത്തുനിന്ന് വരുന്നവരെയെല്ലാം ശത്രുക്കളായിട്ട് കാണുന്ന, അവരെല്ലാം ബംഗ്ലാദേശികളാണ്, മലയാളിയല്ലാത്ത ഏതൊരാളും ബംഗ്ലാദേശിയാണ് എന്നതാണ് RSS കേരളത്തിൽ നടത്തുന്ന പ്രചരണം. അങ്ങനെ ചാപ്പ കുത്തുകയും മുദ്രകുത്തുകയും എന്നിട്ട് അവരെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്നതാണ്. അതേസമയം ആൾക്കൂട്ട കൊലപാതകത്തിന് ആക്രമണത്തിനിരയായിട്ടുള്ള ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട 5 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 5 പേരുടെയും രാഷ്ട്രീയം RSS രാഷ്ട്രീയമാണ് എന്നാണ് ആരോപിക്കുന്നത്. CPM ആരോപിക്കുന്നത് അങ്ങനെയാണ്. അതേസമയം 1-ാം പ്രതി അനുവിന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പ്രതികളുടെ എല്ലാം ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുന്നില്ല. ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള തരത്തിൽ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസ് അന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകളും ഈ രാംനാരായണനെ മർദ്ദിച്ചു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ചിത്രീകരിച്ച വീഡിയോ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നത്. അതേസമയം പലരും നാട് വിട്ടുപോയി ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇയാളെ ആക്രമിച്ചിട്ടുള്ള പലരും നാട് വിട്ടുപോയി എന്നുള്ള വിവരവും പോലീസ് ഷെയർ ചെയ്യുന്നുണ്ട്. SC/ST വകുപ്പ് പ്രകാരം ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാനുണ്ടോ? ഈ രാംനാരായണന്റെ ജാതി അന്വേഷിച്ച ശേഷം അത്തരത്തിലൊരു നീക്കം കൂടിയുണ്ട്, അത്തരത്തിലൊരു സാധ്യത കൂടിയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആൾക്കൂട്ട കൊലപാതകം കേരളത്തിന്റെ പൈതൃകത്തിന് തന്നെ മാനക്കേടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും നിലവിൽ രാഷ്ട്രീയ സാഹചര്യം അല്ല കണക്കിലെടുക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകത്തിൽ ആക്രമിക്കപ്പെട്ട സാഹചര്യം എന്താണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല ഇയാൾ മോഷണം നടത്തുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് പറയുന്നു. അതേസമയം ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് എന്നുള്ളതാണ് പലയിടത്തും രാഷ്ട്രീയ ചർച്ചയാകുന്നത്. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആൾക്കൂട്ട കൊലപാതകത്തിന്റെ മണ്ണാക്കി കേരളത്തെ മാറ്റാൻ ശ്രമമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. UDF വിപുലീകരിക്കും. PV അൻവറിനെയും CK ജാനുവിനെയും UDFൽ ചേർത്തു അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ധാരണയായി. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിനെയും അസോസിയേറ്റ് അംഗമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. രേഖാമൂലം നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ഉപാധികളില്ലാത്ത മുന്നണി സഹകരണമെന്നാണ് UDF നേതൃത്വത്തിന്റെ നിലപാട്. കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങോട്ട് പോയി ക്ഷണിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ 3 കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. അതിൽ CK ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവര് ഇപ്പോ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും. ഞങ്ങൾ ഒരു ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നില്ല. ഇവരെല്ലാം UDFനെ സമീപിച്ചവരാണ്. UDFനെ അവർ സമീപിച്ചപ്പോൾ ഞങ്ങളത് വിശദമായി 2 യോഗങ്ങളിൽ, കഴിഞ്ഞ UDF യോഗത്തിലും ഈ യോഗത്തിലും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ വിവിധ ഘടകകക്ഷികൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവരെ 3 പേരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മറ്റൊരു പാർട്ടിയുമായിട്ടുള്ള ഒരു ചർച്ചയും UDF നടത്തുന്നില്ല. ഇപ്പോൾ എല്ലാ വാതിലുകളും അടച്ചൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ UDFന്റെ അടിത്തറ വിപുലീകരിക്കും. ഇപ്പോൾ കാണുന്ന UDF ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന UDF. അത് നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്തേക്ക് വരും എന്നുള്ളത് അല്ല. രാഷ്ട്രീയ പാർട്ടികൾ വന്നേക്കാം. അതിനോടൊപ്പം വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് UDF മാറുകയാണ്. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ടാവും. ഇപ്പൊ അതല്ലല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ലോ, ഇൻഫ്ലുവൻസേഴ്സായ ആളുകളുണ്ടാവും. ഇടതുപക്ഷ സഹയാത്രികരായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ഒരുപാട് പേർ
പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ സഹയാത്രികരായി പ്രവർത്തിച്ച ആളുകൾ ഇടതുപക്ഷത്തോട് സലാം പറഞ്ഞ് UDFന്റെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ടാവും. നിങ്ങൾ നോക്കിക്കോ. അതേസമയം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി കടുത്ത ആശയക്കുഴപ്പമുണ്ട്. UDF തീരുമാനം തള്ളി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. താൻ UDFന് കത്തൊന്നും നൽകിയിട്ടില്ല, ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. NDA വിടേണ്ട സാഹചര്യം ഇപ്പോഴില്ല. രാജീവ് ചന്ദ്രശേഖരനുമായി തനിക്ക് നല്ല ബന്ധമാണെന്ന് വിഷ്ണുപുരം വ്യക്തമാക്കി. എനിക്കൊരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അതിൽ ഇന്ന് അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്ന വിഷയം ഞാനത് നിഷേധിക്കുകയാണ്. കാരണം ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടണം. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDFിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം. പിന്നെ എനിക്ക് NDAയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഘടകകക്ഷികളെ വേണ്ട വിധം മാനിക്കാത്ത NDAയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. NDA സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ അതിലിടപെട്ട് എൻ്റെ വിഷയം പരിഹരിക്കും. അതിനു പകരം ഞാനിങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ UDFന്റെ നേതാക്കളുമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അതേസമയം CK ജാനുവിന്റെ UDF പ്രവേശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. AK ആന്റണി സർക്കാരിന്റെ കാലത്തെ വിവാദമായ മുത്തങ്ങ സംഭവങ്ങൾ മറന്നാണ് ജാനു മുന്നണിയുടെ ഭാഗമാകുന്നത്. ഇതുവരെ കടുത്ത UDF വിമർശനം നടത്തിയിരുന്ന CK ജാനു നിലപാട് മാറ്റി. UDF സർക്കാരുകളാണ് ആദിവാസികൾക്ക് ഏറ്റവും സഹായം ചെയ്തിട്ടുള്ളത് എന്നാണ് CK ജാനു ഇപ്പോൾ പറയുന്നത്. പരമാവധി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഈ ആദിവാസികൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UDF തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാ തലത്തിലും വെടിവെപ്പ് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ആളുകളെ പരിഗണിച്ച് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയത് ഈ ഗവൺമെന്റ് തന്നെയാണ്. കേരള കാമരാജ് കോൺഗ്രസിന് UDFിൽ വരാനും വരാതിരിക്കാനും അവകാശമുണ്ട് എന്ന് VD സതീശൻ. ഘടകകക്ഷിയാക്കണം എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അസോസിയേറ്റ് അംഗമാക്കിയതിൽ അതൃപ്തിയുണ്ടാകും. തീരുമാനത്തിൽ UDF നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയെന്നതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരിക്കേണ്ട എന്ന നിലപാടല്ല, മുന്നണിയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന സന്ദേശം കൂടിയാണ് UDF നൽകുന്നത്. പ്രധാനമായും 3 ചെറു പാർട്ടികളെയാണ് ഇപ്പോൾ അസോസിയേറ്റ് അംഗത്വം നൽകുന്നത്. അത് ഒന്ന് PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് ആണ്, മറ്റൊന്ന് CK ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്, മറ്റൊന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കേരള കാമരാജ് കോൺഗ്രസ് ആണ്. ഇതിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കേരള കാമരാജ് കോൺഗ്രസും CK ജാനുവിൻ്റെ പാർട്ടിയും രണ്ടും NDAയുടെ ഭാഗമാണ്. CK ജാനുവുമായി അത്തരത്തിൽ ചർച്ച നടത്തുകയും അതിൽ ഉറപ്പാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പരസ്യമായി തന്നെ ഞാൻ അങ്ങനെ ഒരു കത്ത് UDFന് നൽകിയിട്ടില്ല, ഞങ്ങൾക്ക് NDAയുമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ NDAയുടെ ഭാഗമായി തന്നെ തുടരും എന്നുള്ള സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിൽ ചില ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ 3 പാർട്ടികൾക്കും അസോസിയേറ്റ് അംഗത്വമാണ് നൽകുന്നത്. ഇവരെ UDFുമായി സഹകരിപ്പിക്കും, ശേഷം പിന്നീട് ഇവരുടെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് UDFിൽ അംഗമാക്കും എന്നാണ് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനം ഈ 3 പാർട്ടികളെ ചേർത്തു എന്നിടത്തല്ല, ഈ UDF മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമം ഔദ്യോഗികമായി തന്നെ കോൺഗ്രസും UDFും ആരംഭിച്ചു എന്നിടത്താണ് ഏറ്റവും പ്രധാനം. അതിൽ കേരള കോൺഗ്രസ് M തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു ചർച്ച ഇത്തവണ ഉണ്ടായിട്ടില്ലെന്നും ഞങ്ങൾ ആരെയും അങ്ങോട്ട് പോയി ക്ഷണിക്കുന്നില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടായതും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതെന്തായാലും ജോസഫിൻ്റെ എതിർപ്പ് കൊണ്ട് മാത്രം അങ്ങനെ ഇനി കേരള കോൺഗ്രസ് മുന്നണി മാറാൻ തയ്യാറാണെങ്കിൽ അത്തരമൊരു നീക്കത്തിന് ഏതെങ്കിലും തരത്തിൽ അതൊരു വലിയ തടസ്സമായി നിൽക്കും എന്ന് സമകാലീന രാഷ്ട്രീയ കാലാവസ്ഥയിൽ തോന്നുന്നില്ല. എന്തായാലും UDF ഇതിന് നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണി വിപുലീകരിക്കാൻ തയ്യാറാണ്, കൂടുതൽ മുന്നണികൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള മുന്നണികളിലേക്ക്, പാർട്ടികൾക്ക് കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു മുന്നണിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അതിന് വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഏത് വിധേനയായാലും ആരെയൊക്കെ കൂടെ കൂട്ടിയിട്ടായാലും ഇത്തവണ വിജയത്തിന് മറ്റേതെങ്കിലും തരത്തിൽ ഒരു
വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളില്ല, അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇത് പ്രധാനമായും നൽകുന്നത്. ഇപ്പോഴത്തെ LDF-ൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളിൽ കേരള കോൺഗ്രസ് എം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ മറ്റ് ചില പാർട്ടികളുടെയെങ്കിലും ശ്രേയാംസ് കുമാർ നയിക്കുന്ന RJD അടക്കമുള്ള പാർട്ടികൾ നിലവിലെ LDF സംവിധാനത്തിൽ അസ്വസ്ഥരാണ്. അവരുടെ അടക്കമുള്ള പാർട്ടികൾക്ക് പരോക്ഷമായ ഒരു ക്ഷണം കൂടിയാണ്. അങ്ങനെ പല പാർട്ടികളെ, ചെറുകിട പാർട്ടികളെ പലരെയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്യു തോമസിൻ്റെ ജനതാദൾ സെക്യുലർ ഉണ്ട്, അതോടൊപ്പം തന്നെ NCP ഉണ്ട്. ഇത്തരം പാർട്ടികളൊക്കെ ഈ കോൺഗ്രസുമായും UDF-ഉമായും സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുകൂടി പറയുന്നു. മറ്റൊന്നുകൂടി ആദ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാധാരണഗതിയിലൊക്കെ പ്രധാനപ്പെട്ട മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കേരള യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്താറുണ്ട്. ഫെബ്രുവരിയിൽ അങ്ങനെ ഒരു യാത്ര UDF-ൻ്റെതായി ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് ഒരു മുന്നണി എന്ന നിലയ്ക്ക് തുടക്കത്തിൽ തന്നെ അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച എല്ലാ തവണയും UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദനയാണ്. അത് വളരെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് നേരത്തെ തന്നെ പോകും എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും കോൺഗ്രസ് അങ്ങനെയായിരുന്നു, പക്ഷേ അവിടെ മുന്നണി ചർച്ചയുടെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ സാധാരണ പതിവ് പോലെ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ പല മുന്നണിയിലെ പല പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അവസാനം ഒത്തുതീർപ്പെത്തുകയും ചെയ്തൊരവസ്ഥയിൽ നിന്ന് വലിയൊരളവിൽ മാറ്റം വരുത്താൻ സാധിച്ചിരുന്നു. അത് പൂർണ്ണമായും LDF എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മട്ടിൽ LDF-നേക്കാൾ മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കം കൂടി UDF-ഉം കോൺഗ്രസും നടത്തുന്നു എന്നുള്ള സൂചന കൂടിയാണ് UDF നൽകുന്നതിൽ ഏറ്റവും പ്രധാനം. മറ്റ് പാർട്ടികളെ നിലവിൽ LDF-ലുള്ള പാർട്ടികൾക്കും അല്ലെങ്കിൽ NDA-ക്കുള്ള പാർട്ടികൾക്കുമൊക്കെ ആവശ്യമെങ്കിൽ UDF-ലേക്ക് വരാൻ ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, നിങ്ങൾ ചർച്ചയുമായി മുന്നോട്ട് വരൂ എന്നുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ മുന്നണി തീരുമാനത്തിലൂടെ നൽകുന്നത്. ഭാരതാംബയുടെ നാമത്തിലും ശ്രീരാമ അയ്യപ്പ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തവർ കുടുങ്ങും. സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് പരാതി ലഭിച്ച സാഹചര്യത്തിൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. VS-ന്റെയും ഉമ്മൻചാണ്ടിയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവർക്കും ഇത് ബാധകമാകും. ചട്ടപ്രകാരം ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയ്ക്കോ മാത്രമാണ് അനുമതി. വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബലിദാനികൾ അമരന്മാർ വന്ദേ മാതരം. നിർവഹിക്കുമെന്ന് കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീപത്മനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ധീരബലിദാനികളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കേരളത്തിൻ്റെ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് സത്യവാചകം ചൊല്ലി പലരും ചുമതല ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. ഇവർക്കെല്ലാം പണി കിട്ടാൻ പോവുകയാണ്. വീണ്ടും ഇവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സത്യപ്രതിജ്ഞ സംബന്ധിച്ച്. ഒന്നുകിൽ ദൃഢപ്രതിജ്ഞ, അതല്ലെങ്കിൽ ദൈവനാമത്തിൽ. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിബന്ധന. ഇത് മറികടന്നുകൊണ്ടാണ് പലരും അയ്യപ്പൻ്റെയും കാവിലമ്മയുടെയും പത്മനാഭസ്വാമിയുടെയും പേരിലൊക്കെ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റെടുത്തത്. ചിലരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ പേരിലാണ് സത്യവാചകം ചൊല്ലിയത്. ഉമ്മൻചാണ്ടിയുടെയും VS അച്യുതാനന്ദൻ്റെയും പേരിലൊക്കെ സത്യപ്രതിജ്ഞയെടുത്തവരുണ്ട്. ഒപ്പം തന്നെ ധീര രക്തസാക്ഷികളുടെ പേരിലും ബലിദാനികളുടെ പേരിലുമൊക്കെ സത്യവാചകം ചൊല്ലിയവരുണ്ട്. ഇവർക്കെല്ലാം പണി കിട്ടും. ഇവരെല്ലാം നിലപാട് മാറ്റണം. ഇന്നലെ സത്യപ്രതിജ്ഞ നടക്കുന്നതിനിടയിൽ തന്നെ ചില ഭരണാധികാരികളുടെ അപ്പോൾ തന്നെയുള്ള ഇടപെടലിൽ മാറ്റി സത്യപ്രതിജ്ഞ എടുക്കേണ്ടി വന്നു. പക്ഷേ പലയിടങ്ങളിലും അത് സംഭവിച്ചിട്ടില്ല. ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടതാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ അവിടെ BJPക്ക് അവിടെ വലിയ അധികാരം കിട്ടുകയാണ്. സ്വാഭാവികമായും ആ ആവേശത്തിൽ ശരണം വിളികളോടെയും പത്മനാഭസ്വാമിയുടെ പേര് പറഞ്ഞുകൊണ്ടുമൊക്കെ സത്യവാചകം ചൊല്ലിയവരെല്ലാം അത് നിലപാടുകൾ തിരുത്തേണ്ടി വരും. അത് നിയമം മൂലം അനുവദനീയമല്ല. തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച പരാതി ലഭ്യമായി കഴിഞ്ഞു. ആ പരാതിയുടെ തുടർ നടപടികൾ ഉണ്ടാവും. ഇതിന് പുറമെ തന്നെ ഈ തരത്തിൽ സത്യവാചകം ചൊല്ലിയവർക്കെതിരെ പരാതികൾ ആരെങ്കിലും ഉന്നയിച്ചാൽ അതിൻ്റെ തുടർ നടപടികളും ഉണ്ടാവും. ഒരവസരം കൂടി അവർക്കുണ്ടാവും. 30 ദിവസത്തിൻ്റെ ഇടവേളയ്ക്കുള്ളിൽ ഒന്നുകൂടി സത്യവാചകം ചൊല്ലി അവർ ചുമതല ഏറ്റെടുക്കാനുള്ള അവകാശവും സാഹചര്യവും അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ അവരുടെ
തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് വേഗത്തിൽ ഇത്തരം നടപടികളിലേക്ക് ഇവരെല്ലാം കടക്കേണ്ടി വരും. ഇന്നലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അതേപടി പ്രകടമാവുന്ന തരത്തിലായിരുന്നു സത്യവാചകം ചൊല്ലുമ്പോഴും ഇവരുടെ എല്ലാം ഇടപെടലുണ്ടായത്. എന്തായാലും തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഇടപെടലുകളും നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം പരാതികൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കാൻ തന്നെയാണ് കമ്മീഷന്റെയും നീക്കം. കൊച്ചി മേയർ സ്ഥാനം വീതം വയ്ക്കാൻ കോൺഗ്രസ് 2.5 വർഷം വീതം പങ്കിടാനാണ് ആലോചന. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നീ പേരുകളാണ് പരിഗണനയിൽ. വൈകിട്ട് ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൌൺസിലർമാരുടെ അഭിപ്രായം തേടും. DCC തലത്തിൽ തന്നെ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കാനാണ് KPCCയുടെ നിർദ്ദേശം. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ ആരാകണം എന്നതിനെ സംബന്ധിച്ച് ഇനിയും കോൺഗ്രസിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. മൂന്ന് പേരുകൾ സജീവമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ്, അതോടൊപ്പം തന്നെ VK മിനിമോള്, ഒപ്പം ഷൈനി മാത്യു. 3 പേരുകളാണ് സജീവമായിട്ട് പരിഗണനയിലുള്ളത്. ലത്തീൻ സഭ 2 പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ലത്തീൻ സഭ VK മിനിമോളെയും അതോടൊപ്പം തന്നെ ഷൈനി മാത്യുവിനെയും പിന്തുണയ്ക്കുന്നതോടുകൂടിയാണ് ഇതിൽ കുറച്ച് ഈ രീതിയിലേക്ക് സമ്മർദ്ദം, കോൺഗ്രസിന് തന്നെ സമ്മർദ്ദം വരുന്നത്. പാർട്ടിയിൽ പലരും തന്നെയും ഈ രീതിയിൽ സഭ സമ്മർദ്ദം ചെലുത്താമോ എന്നൊരു മറുചോദ്യമെല്ലാം തന്നെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഏതായാലും ദീപ്തി മേരി വർഗീസിന്റെ പേരിന് ആദ്യ പരിഗണനയുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ആ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. VK മിനിമോളും അതോടൊപ്പം തന്നെ ഷൈനി മാത്യുവിന്റെ പേരുകൾ കൂടി ഉയർന്നു വന്നതോടെയാണ് ഇതിൽ VK മിനിമോളിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകണമെന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിൽ അംഗങ്ങൾക്കകത്ത് ഒരു ആശയരൂപീകരണം നടന്നിട്ടുണ്ട്. കാരണം അവർക്ക് കൌൺസിൽ കൂടുതൽ ഒരു പ്രായോഗികതയുണ്ട് എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം തന്നെ പാർട്ടിയിൽ കുറച്ചുകൂടി KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ദീപ്തി മേരി വർഗീസിനോട് കുറെ കൂടി പാർട്ടി സ്ഥാനം മുതിർന്നതാണ്. കുറെ നാളുകളായിട്ട് പാർട്ടിയുടെ സമരരംഗങ്ങളിൽ അടക്കം സജീവമാണ്. മുൻ കൌൺസിലർ. അപ്പോൾ ദീപ്തി മേരിയുടെ വർഗീസിനും തുല്യ പ്രാധാന്യം നൽകണമെന്ന ആവശ്യമുയരുന്നു. ഇതിൽ ഒരുപക്ഷെ സാധ്യമാകുന്നത് ടേം അടിസ്ഥാനത്തിൽ ഈ കൌൺസിൽ സ്ഥാനങ്ങൾ വീതം വയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ ദീപ്തി മേരി വർഗീസും VK മിനിമോളും ഒരു സജീവമായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി ഷൈനി മാത്യുവിന്റെ പേര് പലരും തന്നെ പശ്ചിമ കൊച്ചിക്ക് ഒരു പരിഗണന വേണം എന്ന രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഇനി ആ രീതിയിലേക്ക് 3 പേരുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യമായി വരുന്നത്. ഇന്ന് വൈകിട്ട് കൌൺസിൽ അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വരും ദിവസങ്ങൾക്കകം തന്നെ തീരുമാനമുണ്ടാക്കണമെന്നതാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. DCC നേതൃത്വം ഇതിൽ നിർണായക തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഹൈബീഡൻ MP അടക്കമുള്ളവരുടെ തീരുമാനങ്ങൾ ഇതിൽ വളരെ നിർണായകമാണ്. വലിയ തർക്കങ്ങളില്ലാതെ എത്രയും പെട്ടെന്ന് മേയർ സ്ഥാനാർത്ഥിയിലേക്ക് എത്താനാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അല്ല എങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും ഇങ്ങനെ ഒരു സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വവും വിലയിരുത്തുന്നത്. കൊച്ചിയിലെ മേയർ ആരെന്നതിൽ ജില്ലാ നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അതിന് വേണ്ടപ്പെട്ട ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പാർട്ടിയോടെ തീരുമാനിക്കേണ്ടതാണ്. DCC ഇവിടുത്തെ നേതാക്കന്മാർക്കും കൌൺസിലർമാർക്കും അതിനുള്ള ചുമതലയുണ്ട്. അവരത് സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് ഞാനും പേപ്പറിൽ നിന്നുണ്ട്. ഞാനൊരു പേരിലും ചർച്ച ചെയ്യും. ഞാൻ പങ്കാളിയല്ല. ഒന്നുമില്ല, ഒരാശങ്കയില്ല. വളരെ അന്ന് ആലോചിച്ചിട്ടില്ല. ഞാനതിൻ്റെ അകത്ത് എനിക്കറിയില്ല. ഐ എം നോട്ട് ഇൻഫോംഡ് അറ്റ് ഓൾ. പൂർണ്ണ നിയന്ത്രണം എന്നല്ല. ഇവിടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, KPCC ഭാരവാഹികളുണ്ട്, DCC ഉണ്ട്. ആവശ്യമെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചർച്ച ചെയ്യുള്ളൂ. അത് ഞാനറിയില്ല. ഐ എം നോട്ട് ഇൻഫോംഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് CPM. തോൽവിയുടെ കാരണം കണ്ടെത്താൻ 22 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയാണ് കീഴ്ഘടകങ്ങൾക്ക് CPM നൽകിയത്. വോട്ട് ചേർക്കൽ മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളും പ്രദേശത്ത് വർഗീയ സംഘടനകളുടെ വളർച്ചയുമൊക്കെ വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കീഴ്ഘടകങ്ങളിലേക്ക് നൽകുക എന്നതാണ് CPMന്റെ പരമ്പരാഗത രീതി. സംസ്ഥാന കമ്മിറ്റി താഴോട്ടുള്ള ഘടകങ്ങളിലേക്ക്, ജില്ലാ കമ്മിറ്റികളും ജില്ലാ സെക്രട്ടേറിയറ്റുകളും അവിടെ നിന്ന് ബ്രാഞ്ച് തലം വരെയുള്ള കമ്മിറ്റികൾക്ക് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ നൽകും. അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി ക്രോഡീകരിച്ചാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് അവലോകനം അന്തിമമാക്കുന്നത്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് CPM സ്വീകരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രാഥമികമായി മാത്രം വിലയിരുത്തി കീഴ്ഘടകങ്ങളോട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ വിശദമായി
വിശദമായി തന്നെ ചർച്ച ചെയ്ത് അറിയിക്കാനാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായ ഒരു ചോദ്യാവലി 22 ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യാവലിയും CPM കീഴ്ഘടകങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റികൾ വരെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. ഈ വോട്ട് ചേർക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി പിന്നീട് എന്താണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, എവിടെയാണ് പാർട്ടിക്ക് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ദൗർബല്യങ്ങൾ ഉണ്ടായത്, എന്തുകൊണ്ടാണ് തോറ്റത്, ആ പ്രദേശത്ത് BJP-യുടെ വളർച്ച, SDP, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടി എന്നിവയുടെ പ്രവർത്തനം എങ്ങനെയാണ്, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, നവംബർ പ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ട് നവംബറിൽ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയോ, അതിനുള്ള തയ്യാറെടുപ്പുകൾ ഏതൊക്കെയായിരുന്നു, സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ ഏത് തരത്തിലാണ് തുടങ്ങി 22 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലിയാണ് പാർട്ടി ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അത് ബ്രാഞ്ച് ഘടകങ്ങളാണ്. ബ്രാഞ്ചുകൾ ചർച്ച ചെയ്ത് അത് മേൽഘടകങ്ങളിലേക്ക് അറിയിക്കും. ആ രീതിയിലാണ് ഇത്തവണ CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം മുന്നോട്ട് പോകുന്നത്. ഇതിനിടെ തന്നെ ജില്ലാ കമ്മിറ്റികളും ജില്ലാ സെക്രട്ടറികളും ചേരുന്നുണ്ട്. താഴേക്ക് കൂടി ആ കമ്മിറ്റികൾ ചേർന്ന് 26-ന് ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും 27-28 ദിവസങ്ങൾ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയും ഈ കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യും. അതിനുശേഷമാകും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് CPM അന്തിമമാക്കുക. വീണ്ടും അത് കീഴടങ്ങൾക്ക് ചർച്ച ചെയ്യാനായി പാർട്ടി കത്തായി നൽകുകയും ചെയ്യും. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ വിശദമായി തന്നെ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. വലിയ തിരിച്ചടി ഉണ്ടായെന്ന് നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് തിരുത്താൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി അവസാന വാരത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് തന്നെ തെറ്റുകൾ തിരുത്തി ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് CPM സർക്കാരും ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലൊരു കീഴ്ഘടകങ്ങൾ വരെ ഒരു സൂക്ഷ്മ തലത്തിലുള്ള പരിശോധനയ്ക്ക് CPM നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. വിജയാഘോഷത്തിനിടെ പാർട്ടി ഓഫീസുകൾക്ക് നേരെ കല്ലേറുണ്ടായതിനെ ചൊല്ലി പെരിന്തൽമണ്ണയിൽ CPM മുസ്ലിം ലീഗ് പോര്. UDF-ന്റെ വിജയാഘോഷത്തിനെത്തിയവരാണ് അക്രമത്തിന് തുടക്കമിട്ടതെന്ന് CPM ആരോപിക്കുമ്പോൾ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള കള്ളപ്രചാരണം ആണിത് എന്നാണ് UDF-ന്റെ മറുപടി. മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ് 5 CPM പ്രവർത്തകരെ പിടികൂടിയ സാഹചര്യത്തിൽ UDF ഹർത്താൽ പിൻവലിച്ചു. ഇന്നലെ വൈകുന്നേരം UDF-ന്റെ വിജയാഘോഷത്തിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞുവെന്നാണ് CPM-ന്റെ ആരോപണം. തുടർന്ന് LDF പ്രവർത്തകർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായത്. സ്ഥലത്തെത്തിയ MLA നജീബ് കാന്തപുരം അടക്കമുള്ള UDF നേതാക്കൾ റോഡ് ഉപരോധിക്കുകയും ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കകം മുസ്ലിം ലീഗ് ഓഫീസിന് കല്ലെറിഞ്ഞ 5 LDF പ്രവർത്തകരെ പോലീസ് പിടികൂടിയതോടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മുൻനിർത്തി ഹർത്താലിൽ നിന്ന് പിന്മാറുകയാണെന്ന് UDF പ്രഖ്യാപിച്ചു. CPM ഓഫീസിന് നേരെ UDF ആക്രമണമുണ്ടായി എന്നത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള കള്ളപ്രചാരണമാണെന്നും MLA നജീബ് കാന്തപുരം വളരെ ഗൂഢാലോചന നടത്തി ഒരു കാഫിർ സ്ക്രീൻഷോട്ട് പണ്ട് ഉണ്ടാക്കിയ പോലെ ഒരു ഗൂഢാലോചന നടത്തി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പച്ച നുണ പ്രചരിപ്പിച്ചു. CPM-ന്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു ആ നുണ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, CPM-ന്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാകണമെങ്കിൽ ആ CPM-ന്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്, അത്തരമൊരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് CPM ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ്. എന്നാൽ വസ്തുതകൾ മറച്ചുവെച്ച് MLA കള്ളം പറയുകയാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിശദീകരണം. പാർട്ടി ഓഫീസിന് നേരെ കല്ലേറുണ്ടായപ്പോൾ പ്രവർത്തകർ സംഘടിച്ചു. പ്രതിഷേധത്തിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ വഷളാക്കാനാണ് MLA ശ്രമിച്ചതെന്നും വി ശശികുമാർ ആരോപിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണയിലെ CPM ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം പെരിന്തൽമണ്ണയിൽ ഇല്ല. ഒരു പാർട്ടി ഓഫീസും മറ്റൊരു പാർട്ടിക്കാർ കയ്യേറുന്നതോ അക്രമം നടത്തുന്നതോ, ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത്ര ശക്തമാണ് പെരിന്തൽമണ്ണയിൽ. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പൊതുബന്ധം, ജനാധിപത്യപരമായ ബന്ധം. അപ്പോൾ ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. ഞാനൊക്കെ ഈ വാർത്ത അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് മറച്ചു വെച്ചാണ് പെരിന്തൽമണ്ണ MLA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇവിടെ ഉണ്ടായ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ വസ്തുതകൾ മറച്ചു വെക്കാൻ ഒരു ജനപ്രതിനിധിക്ക്, അതും പെരിന്തൽമണ്ണയിലെ ഒരു MLAക്ക് കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഞാൻ രണ്ടും അംഗീകരിച്ചിട്ടുണ്ട്. 2 സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു ഫലമാണ് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രകടനം. അതിനെന്തിനാ മറച്ചു വെക്കുന്നത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നഗരസഭാ ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടമായിരുന്നു. 30 വർഷത്തിനു ശേഷമാണ് പെരിന്തൽമണ്ണ നഗരസഭ UDF വിജയിക്കുന്നത്. ഇതിന്റെ വിജയാഘോഷത്തിനിടെയാണ്
പാർട്ടി ഓഫീസുകൾക്ക് നേരെ കല്ലേറടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നത്. ന്യൂസ് 18 മലപ്പുറം. പെരിന്തൽമണ്ണ ആക്രമണം തെരഞ്ഞെടുപ്പിൽ തോറ്റതിലെ CPM ശൈലി എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനവിധിക്കെതിരെയാണ് CPM അക്രമം. സ്വന്തം മണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇതാണ് ചെയ്യുന്നത്. CPM പാനൂരിലെ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ പാനൂരിലെ ആക്രമണം, പയ്യന്നൂരിലെ ആക്രമണം, എവിടെയെങ്കിലും ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട് അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം. എത്ര തരം താണ രീതിയിലാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയുടെ അവർ ചെയ്യും. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം ഇപ്പോഴും ആ അധികാരവും പോലീസിനെയും ഗുണ്ടകളെയും ക്രിമിനലുകളെ ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ കൈയേറ്റുപോയി. ഒരു പടക്കം ഉണ്ടാക്കിയാന്ന് പറയാം. ക്രിസ്മസിന് പടക്കം കർമ്മടത്ത് പടക്കം ഉണ്ടാക്കിയപ്പോൾ കൈ പോയാന്ന് പറയുന്നത്. ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി, പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അത് കേരളത്തിലെ CPM ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ. തോറ്റു കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ തോറ്റ അത്രയേ ഉള്ളൂ. ജനവിധിയാണത്. ആ ജനവിധിക്കെതിരായിട്ടാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. പെരിന്തൽമണ്ണ അക്രമം CPMന്റെ പരാജയ വിഭ്രാന്തി മൂലമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാം. ഹാലിളകിയ CPM അക്രമം അഴിച്ചുവിടുന്നു. CPM പ്രവർത്തകരാണ് പിടിയിലായത്. പാർട്ടിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും PMS സലാം പ്രതികരിച്ചു. ലീഗ് സമസ്ത തർക്കത്തിൽ മഞ്ഞുരുക്കം. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയിൽ സാദിഖലി തങ്ങൾ പങ്കെടുക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നാസർ ഫൈസി കൂടത്തായിയെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തും. പതാക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടന്നു. എന്നാൽ പതാക കൈമാറണമെന്ന് പാണക്കാട് കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ലീഗുമായി മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. അങ്ങനെ പറഞ്ഞു, അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അങ്ങനെ ഇല്ലല്ലോ. സമസ്തൻ പതാക കൈമാറുള്ളത് ഇന്ന സ്ഥലത്ത് അന്നത്തെ ഓരോ സമയത്തുള്ള. ഇപ്പോൾ മുമ്പ് ചെറുശ്ശേരിയാണ് ബാപ്പു സിരിയക്ക് പതാക കൊടുത്തത്. അന്ന് ഐതറി തങ്ങളൊക്കെ ഉള്ള കാലത്തല്ലേ. അങ്ങനെ അത് നമുക്കറിയില്ല. ചിത്രീകരിച്ചതാണോ അതാണ് നിങ്ങളോടും പറയാനുള്ളതാണ്. പറഞ്ഞതേ പറയാൻ പാടുള്ളൂ. പൊള്ളുങ്ങളും പറയാൻ പാടില്ല. ലീഗ് പ്രവർത്തകരുടെ പങ്കാളിത്തത്തിലുണ്ടോ? ഏതിൽ ലീഗ് പ്രവർത്തകരൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ സമയത്തും ഓരോ പരിപാടിയിലും പങ്കെടുക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാരെയും ലീഗ് പിന്നെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ എല്ലാം സമസ്തൻ്റെ പ്രവർത്തകർ ലീഗിൻ്റെയും പ്രവർത്തകരാവാം. ഇടവേള. We lose control, surrender to the night, let the music take us, feel it ignite. No rules, no limits, just pure desire. In this euphoria, we're burning like fire. We lose control. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? കർണാടകയിൽ വീണ്ടും ദുരഭിമാനക്കൊല. ഗർഭിണിയായ 20-കാരിയെ കൊന്നത് അച്ഛനും സഹോദരനും ബന്ധുവും ചേർന്ന്. കാമുകന്മാരെ കൂട്ടുപിടിച്ച് ഭർത്താവിനെ വെട്ടിനുറുക്കി പലയിടങ്ങളിലായി തള്ളി. വഴിത്തിരിവായത് മകളുടെ വെളിപ്പെടുത്തൽ. 20th അവർ നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. രാത്രി 8 മണിക്ക്.
ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിയെന്ന രക്ഷിതാവിന്റെ പരാതിയിൽ ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരം ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിൽ നാളെ ക്രിസ്മസ് ആഘോഷം നടത്താനാണ് തീരുമാനം. സംഭവം ഗൌരവത്തോടെ കാണുന്നുവെന്നും അംഗീകരിക്കാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തു എന്ന വാർത്ത അതീവ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. അതേസമയം മന്ത്രി ബോധപൂർവം വിവാദമുണ്ടാക്കുകയാണെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, വലിയ വിവാദമായിരുന്നു സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം മാറ്റിയതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മന്ത്രി ഇടപെട്ട് നാളെ ആഘോഷം നടത്തുമെന്ന് കുട്ടികളെ അറിയിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ പല സ്കൂളുകളിലും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിക്കൊണ്ടുള്ള ഒരു രീതി, ഒരു കേട്ടുകേൾവിയില്ലാത്തൊരു രീതി പുറത്തേക്ക് വന്നതായി മന്ത്രി തന്നെയായിരുന്നു പ്രതികരിച്ചത്. അത്തരത്തിലുള്ള അതായത് സ്വകാര്യ സ്കൂളുകളായിക്കോട്ടെ അല്ലാത്ത സ്കൂളുകളായിക്കോട്ടെ അങ്ങനെ ഈ ഒരു ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് കാലങ്ങളായി കേരളത്തിൽ പിന്തുടർന്ന് വരുന്നതും അത്ര മതനിരപേക്ഷതയുടെ ഒരു വലിയൊരു മുഖമുദ്രയെ കാണിക്കുന്ന അടക്കമുള്ള ഒരു കാര്യമാണ്. അത് വിലക്കിക്കൊണ്ടുള്ള യാതൊരുവിധ നടപടിയും അനുവദിക്കില്ല എന്നായിരുന്നു മന്ത്രിയുടെ തുടക്കം തന്നെയുള്ള ഒരു വിശദീകരണം. അത്തരത്തിലുള്ള ഒരു നടപടി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നായിരുന്നു മന്ത്രി അടക്കം പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ഹൈന്ദവ സംഘടന അടക്കം ഈ ഒരു പ്രസ്താവനയുമായി വന്നത്. അതായത് ഇത്തരത്തിൽ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ എവിടെയും അങ്ങനെ ഒരു പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ആ സ്കൂളുകളിലെ പേരടക്കം എവിടെയാണെന്നടക്കമുള്ള വിശദീകരണം നൽകണമെന്നായിരുന്നു ഹൈന്ദവ സംഘടന ആവശ്യം. അതിനുശേഷമാണ് മന്ത്രിക്ക് ഇത്തരത്തിലുള്ള നേരിട്ട് പരാതി ലഭിച്ചതും ഈ ഒരു ചിന്മയ സ്കൂളിലെ ഇങ്ങനെയൊരു ക്രിസ്മസ് ആഘോഷം വിലക്കിയ ഒരു നടപടി മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിട്ടുള്ളത്. അതായത് നാളെ തന്നെ ക്രിസ്മസ് ആഘോഷം നടക്കും. വകുപ്പ് ഇടപെട്ടാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷം നടത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചത്. ഈ ഒരു രക്ഷിതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്കൂളിലെ പോലെ തന്നെ മറ്റ് ചില സ്കൂളുകളിലും ഇങ്ങനെയൊരു പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നതിനെ തുടക്കം മുതൽ തന്നെ മന്ത്രി പ്രതികരിച്ചിരുന്നു. അതിലും ഈ ഒരു ഇടപെടൽ ഉണ്ടാകും. പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും ഈ ഒരു ആഘോഷം മാറ്റിവെക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ നടപടിയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കർശന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും എടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ചിന്മയ സ്കൂളിൽ നാളെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷവും മറ്റും നടക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റ് സ്കൂളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരാതികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഈ ഒരു ഇടപെടൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി സാർ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്രം കുറിച്ച എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. 21-കാരിയായ നേപ്പാൾ സ്വദേശിനിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ബൈക്ക് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചിറക്കര സ്വദേശി ആർ ഷിബുവിന്റെ അവയവങ്ങൾ 7 പേർക്കാണ് പുതുജീവനേകിയത്. ഇതിൽ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കായി കൊച്ചിയിലെത്തിച്ചത്. കാർഡിയോ തറാസിക് സർജൻ ഡോക്ടർ ജോർജ് വാളൂരൻ്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസ് പറന്നുയർന്നു. കൊച്ചിയിലെ ഹെലിപാഡിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ആശുപത്രിയിലേക്കുള്ള 5 കിലോമീറ്ററോളം ദൂരം സുരക്ഷാ കോറിഡോറാക്കി മാറ്റിയിരുന്നു. പോലീസ് പൈലറ്റിന് പിന്നാലെ അതിവേഗം ആംബുലൻസ് ആശുപത്രിയിലേക്കെത്തി. കഴിഞ്ഞ 1 വർഷമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നേപ്പാൾ സ്വദേശിനി. മുൻപ് അനുയോജ്യമായ ഹൃദയം ലഭിച്ചപ്പോഴും കേന്ദ്ര നിയമം ശസ്ത്രക്രിയയ്ക്ക് തടസ്സമായി. അവയവമാറ്റത്തിന് രാജ്യത്തെ പൗരന്മാർക്ക് മുൻഗണന നൽകണമെന്ന കേന്ദ്ര നിയമമായിരുന്നു വെല്ലുവിളി. രോഗം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ദുർഗ ഹൈക്കോടതിയെ സമീപിച്ചു. യുവതിയുടെ രോഗാവസ്ഥ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും കേസോട്ടയ്ക്കും നിർദ്ദേശം നൽകുകയായിരുന്നു. കേവലമായൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ല ഇത്, മറിച്ച് ഒരു നമ്മൾ ആ പേരറിയാത്ത, നമുക്ക് നാടറിയാത്ത, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, നമുക്കൊരു പരിചയമില്ലാത്ത വിദൂരത്ത് നിന്നെത്തിയ ഒരു പെൺകുട്ടി
ആ പെൺകുട്ടിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ് കഴിഞ്ഞത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, അതിന്റെ മുമ്പിൽ അതിന്റെ ഒരു പരിമിതി, അതിന്റെ മുമ്പേ നടന്നുപോയ രണ്ടുപേരും മരിച്ചു വീണിട്ടുണ്ട്. അതിന്റെ അമ്മയും സഹോദരനും മരിച്ചു വീണിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയുടെ ജീവിതം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഇതല്ല, വേറെ ഓപ്ഷൻ ഇല്ല. സഹോദരി മരിച്ചിട്ട് 24 വയസ്സുള്ള സഹോദരി മരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 വർഷം കൂടെ ആയുസുള്ളോ എന്നാണ് അതിന്റെ ആ ഭീതിയിലാണ് ആ കുട്ടി അത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ മാത്രം ആശ്രയിക്കുന്ന ഒരു രോഗിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുൻപ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടെങ്കിലും ഒരു ജില്ലാതല ആശുപത്രിയിൽ ഇതാദ്യമാണ്. ഇതോടെ എറണാകുളം ജനറൽ ആശുപത്രി ചരിത്രത്തിൽ ഇടം നേടുകയാണ്. ഈ വർഷം സംസ്ഥാനത്ത് നടക്കുന്ന 24ാമത്തെ അവയവദാനവുമാണിത്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. റിമാൻഡിൽ തുടരുന്ന ഇവർക്ക് വേണ്ടി SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ച് ഗോവർദ്ധൻ ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. SIT സ്വർണം പിടിച്ചെടുത്തത് ഭീഷണിപ്പെടുത്തിയാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഈ ഒരു തെളിവെടുപ്പും അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന്റെ തലത്തിലേക്ക് കടക്കാനുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു. ഈ ഒരു ഉദാസീനത ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റണം. മാത്രമല്ല ചിലരെ കുറ്റപത്രത്തിൽ നിന്നും കുറ്റവാളിയാക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന തരത്തിലടക്കം ഒരു സംശയം ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. അതിനൊപ്പം തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ ഒരു അന്വേഷണം ഉന്നതരിലേക്ക് എത്തരുത് എന്നൊരു സമ്മർദ്ദം സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടക്കം ആരോപണം. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനമടക്കം വന്നത്. അതിനുശേഷമാണ് പങ്കജ് ഭണ്ഡാരിയുടെയും ഒപ്പം 2019 ദേവസ്വം ബോർഡ് മെമ്പർമാരെ അടക്കം ചോദ്യം ചെയ്യാനും ഒപ്പം അറസ്റ്റിലേക്ക് അടക്കം കടക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ രണ്ട് വ്യക്തികളെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിന്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ച ഗൂഢാലോചന നടത്തിയ ഇതിന്റെ പിന്നിലെ സംഘത്തിലേക്ക് എത്താനുള്ള ഒരു സൂചന ലഭിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കം ആരംഭിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലും ഒപ്പം അറസ്റ്റിലേക്കടക്കം കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിലേക്കടക്കം ചോദ്യം ചെയ്യാനും ഒപ്പം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയാനടക്കം വിളിപ്പിക്കാനുള്ളൊരു സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ പ്രധാനമായും ഈ ഒരു രാഷ്ട്രീയ തലത്തിലും സർക്കാർ തലത്തിലുമുള്ള ഉന്നതർ ഇതിൽ എത്രത്തോളം പങ്കാളികളായിട്ടുണ്ട്, അവരിലേക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് എത്തണം. മാത്രമല്ല ഈ ഒരു ഹൈക്കോടതി തന്നെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ്. ആ ഒരു അന്വേഷണ സംഘം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു സമ്മർദ്ദവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നതരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉന്നതരിലേക്ക് എത്തുമ്പോൾ അതും രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണത്തിന് കടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരൻ സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം തൃപ്തികരമല്ലെന്ന കോൺഗ്രസ് നിലപാട് കോടതിക്കും ബോധ്യപ്പെട്ടതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. SITയുടെ ചരട് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലാണെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു. ഹൈക്കോടതിയെ അവസാനം പറഞ്ഞത് എന്താണ്? ഞാനും ആ വിധി വായിച്ചിട്ടില്ലേ? ഈ അന്വേഷണ സംഘത്തിന്റെ മെല്ലപ്പോക്കാണ്. യഥാർത്ഥ നേതൃത്വം വഹിച്ചവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. കോടതി പറഞ്ഞു ഉന്നതന്മാരിനിയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവരെ പിടിക്കാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മോഷണ കേസാണല്ലോ ഇത്. ആത്യന്തികമായിട്ട് സംഘടിത മോഷണം, ഗൂഢാലോചന, അതെല്ലാം ഉണ്ട്. എവിടെ പോയി നഷ്ടപ്പെട്ട സ്വർണം? അത് വീണ്ടെടുക്കണ്ടേ? SITയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തിയല്ലെന്ന് ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ ഞങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറഞ്ഞിട്ടുണ്ട് SIT അന്വേഷണം പൂർണ്ണ സംതൃപ്തിയുള്ളതല്ല. കാരണം അതിൽ കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചരടുണ്ട് അവരുടെ പിന്നിൽ. അതുകൊണ്ടാണ് അതിൽ പൂർണ്ണ സംതൃപ്തിയില്ല എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. കോടതി വിധിയിലെ വാക്യങ്ങൾ അത് തന്നെയല്ലേ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതൃത്വത്തിന്റെ പങ്ക് പുറത്തുവരണമെന്ന് രമേശ് ചെന്നിത്തല. 500 കോടിയുടെ രാജ്യാന്തര കൊള്ളയാണ് നടന്നത്. നിലവിലെ അന്വേഷണത്തിൽ ആക്ഷേപങ്ങളില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വാസ്തവത്തിൽ ഇതൊരു വലിയ കൊള്ളയാണ്. 500 കോടിയിലധികം വരുന്ന ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. SITയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയൊന്നും ഞങ്ങൾക്കില്ല.
എനിക്ക് അവരുടെ പ്രവർത്തനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അന്വേഷിക്കാനുള്ള ജ്യൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് SIT തന്നെയാണ് പറയുന്നത്. ഏതായാലും ശരി, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിന്റെ കള്ളക്കളി ഇതിന്റെ പിന്നിലുണ്ട്. പലരെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. എന്തുകൊണ്ടെടുക്കുന്നില്ല? ആ വലിയ ചോദ്യമല്ലേ. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, KM സച്ചിൻ ദേവ് MLA എന്നിവർക്ക് നോട്ടീസ് അയച്ച് കോടതി. KSRTC ഡ്രൈവർ യദു നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെയാണ് യദു ഹർജി നൽകിയത്. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായ ബസ്സിലെ CCTV മെമ്മറി കാർഡ് നശിപ്പിച്ചത് അന്നത്തെ കണ്ടക്ടർ സുബിനാണെന്ന് യദു പുതിയ ഹർജിയിൽ ആരോപിച്ചു. തടവുകാരിൽ നിന്ന് പണം കൈപ്പറ്റിയ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. വിജിലൻസ് മേധാവിയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കൂടുതൽ അന്വേഷണം തുടങ്ങി. പരിശോധനയിൽ രേഖകളും പിടിച്ചെടുത്തു. ഇടവേള. Today, the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. ബട്ട് ഐ ക്യാൻ ഓഫർ സംതിങ് ഗുഡ്. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ മറ്റൊരു നേതാവിന് കൂടി വെടിയേറ്റു. നാഷണൽ സിറ്റിസൺ പാർട്ടിയിലെ മുതിർന്ന തൊഴിലാളി നേതാവ് മുഹമ്മദ് മൊത്താലബ് സിദ്ക്കറിന് നേരെയായിരുന്നു വധശ്രമം. ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. രാജ്യത്ത് കലാപം തുടരുന്നതിനിടെയാണ് വീണ്ടും മറ്റൊരു പ്രധാന നേതാവിന് നേരെയുള്ള ആക്രമണം. അജയ് സുധ ബിജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഏത് രീതിയിൽ ഇത് രാജ്യത്തെ ബാധിക്കും? അശ്വതി, ഒരാഴ്ചക്കിടെ ബംഗ്ലാദേശിലുള്ള ഒരു നേതാവിനെതിരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ഇപ്പോൾ നിലവിൽ ആക്രമണം നടന്നിരിക്കുന്നത് നാഷണൽ സിറ്റിസൺ പാർട്ടിയിലെ ഒരു തൊഴിലാളി നേതാവിനാണ്. 42 വയസ്സായിരുന്നു. മുഹമ്മദ് മൊത്താലബ് സിദ്ദർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിലൂടെ പരിക്കേറ്റത്. കഴിഞ്ഞ വർഷം നടന്ന ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ മുൻനിരയിൽ നിന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച ഈ മേഖലയിൽ ഒരു തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു റാലി നടത്താനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തലയ്ക്കാണ് വെടിയേറ്റത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഗുരുതരമായി ചികിത്സയിലാണ്. മറ്റ് മരണത്തിലേക്കൊന്നും പോയിട്ടില്ല. തലയോട്ടിയുടെ ഒരു ഭാഗത്ത് ഈ വെടിയുണ്ട തട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. മറ്റ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെയോ മറ്റൊന്നും ബാധിച്ചിട്ടില്ലെന്നാണ് നിലവിൽ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകിയെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടാമതൊരാൾക്കും കൂടി ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു വെടിയേൽക്കുന്നത്. ഉസ്മാൻ ഖാദി അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു 2 പേർ മോട്ടോർ സൈക്കിളിലെത്തി തലയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത്. അതുപോലെ തന്നെ വെടിയേറ്റാണ് മറ്റൊരു നേതാവ് കൂടി നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. ഉസ്മാൻ ഖാദിയും ഇതുപോലെ ആദ്യഘട്ടത്തിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് തുടർ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് എത്തിച്ച സമയത്തായിരുന്നു മരണം സംഭവിച്ചത്. അതിനുശേഷമായിരുന്നു രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കത്തിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും പ്രതിഷേധങ്ങളൊന്നും അയഞ്ഞിട്ടില്ല. നിലവിലും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് മറ്റൊരു മുതിർന്ന
മുതിർന്ന നേതാവിനെതിരെ കൂടി നിലവിൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ നിലവിൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രത പല ഭാഗങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:45 ഈ ആക്രമണം. ശരി അജയ്. ന്യൂസിലൻഡുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ധാരണയായി ഇന്ത്യ. ഇതോടെ ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ വർദ്ധിപ്പിക്കുകയും നിക്ഷേപ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കൂടാതെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾക്കായി മികച്ച ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസിലൻഡിന്റെ ശരാശരി ഇറക്കുമതി തീരുവ വെറും 2.3% മാത്രമാണ്. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ രണ്ട് രാജ്യങ്ങൾ പരസ്പരം വ്യാപാരം ചെയ്യാവുന്ന പരമാവധി സാധനങ്ങളുടെ കസ്റ്റംസ് തീരുവ ഗണ്യമായി കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും ലഘൂകരിക്കും. വിദഗ്ധ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ വിസ ലഭ്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി സുഗമമാകും. വയനാട്ടിലെ നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതം. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂട്ടിലകപ്പെട്ടില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. കഴിഞ്ഞ 20-ാം തീയതിയാണ് കാപ്പിസെറ്റ് ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി വയോധികനെ കടുവ കടിച്ചു വന്നത്. ഇന്നലെ ഈ ആദിവാസി വയോധികൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ കഴിഞ്ഞു. അതിനുശേഷം ഒരു 5 മണിക്ക് ശേഷം തൊട്ടടുത്തുള്ള മാടപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടത് ഇവിടെയുള്ള ജനങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ ഭീതിയിലായിത്തീരുകയാണ്. എന്തായാലും 20-ാം തീയതി ഈ കടുവ ആക്രമിച്ചതിന് ശേഷം വനംവകുപ്പിൻ്റെ ക്യാമറയിൽ രാത്രി 8 മണിയോടെ തന്നെ ഒരു കടുവയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. എന്നാൽ ഈ കടുവയുടെ അല്ലെങ്കിൽ ഇത് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് കേരളത്തിലെയോ അല്ലെങ്കിൽ കർണാടകയിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ഒരു കടുവയല്ല ഇത്, പുറത്തുനിന്ന് എവിടെ നിന്നോ വന്ന ഒരു കടുവ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് കടുവകളുടെ പ്രജനനകാലം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കടുവകൾ ദൂരസ്ഥലങ്ങളിൽ നിന്നെല്ലാം എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് ഒരു നരഭോജി കടുവ ആയതുകൊണ്ട് തന്നെ ഇതിനെ പിടിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ. എന്നാൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് മുമ്പ് കൂട് സ്ഥാപിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ 2 സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യം കടുവയെ ആണെങ്കിൽ അതിനെ വനത്തിലേക്ക് തുരത്തുക എന്നുള്ളതാണ് ഈ ഒരു വനംവകുപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യം. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഈ കൂട് വെച്ച് പരീക്ഷിക്കും. അതും കഴിഞ്ഞില്ലെങ്കിലാണ് മയക്കുവെടി വയ്ക്കുക. നേരെ മറിച്ച് ആക്രമണകാരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആളുകളുടെ ആവശ്യാനുസരണം അത് മയക്കുവെടി വെക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇതിനെ മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് വീഴ്ത്തി കാട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടാവുക. എന്തായാലും ഈ ഒരു പ്രദേശം വലിയ ഭീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ ഈ ആദിവാസി വൃദ്ധൻ്റെ ഒരു മരണത്തോടെ തന്നെ ഇവിടെ അധികം ഇത്തരത്തിലെ വന്യമൃഗങ്ങൾ ഇറങ്ങാത്ത ഒരു സ്ഥലമാണ്. എന്നാൽ കാടിനോട് അടുത്ത സ്ഥലവുമാണ്. ഇത്തരത്തിലൊരു ഭീതി ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കടുവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കടുവ ഈ ഒരു മനുഷ്യൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കടുവ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് കടുവ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം വലിയ ഭീതിയിലാണ്. എന്തായാലും വനംവകുപ്പ് ഇപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. കാട് കയറിയുമൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കൂടുകൾ ഈ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂടുകളിൽ ഇന്നോ കൂടി കടുവ വന്നില്ലെങ്കിൽ കാട്ടിലേക്ക് കയറി ഇതിനെ തിരഞ്ഞ് മയക്കുവെടി വയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രദേശം ഒരു ജനവാസ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ ഭീതിയിലാണ്. പുൽപ്പള്ളിയിലെ നരഭോജി കടുവ കർണാടക ഡാറ്റാബേസിലുള്ളതാണോ എന്നതറിയാൻ കൂടുതൽ പരിശോധന വേണമെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനുള്ള നടപടി തുടങ്ങി. സംസ്ഥാനത്ത് RRT അംഗങ്ങളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി ഇറങ്ങുന്നുണ്ട്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. 102-ാം വയസ്സിൽ ശബരിമലയിൽ ദർശനം നടത്തി വയനാട് സ്വദേശിനി പാറുക്കുട്ടിയമ്മ. ഇത് 3-ാം തവണയാണ് പാറുക്കുട്ടിയമ്മ അയ്യപ്പനെ കാണാനെത്തുന്നത്. പാറുക്കുട്ടിയമ്മയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരുന്നു. 100-ാം വയസ്സിൽ 2 വർഷം മുൻപാണ് പാറുക്കുട്ടിയമ്മ ആദ്യമായി അയ്യപ്പനെ കാണാനെത്തിയത്. പ്രായാധിക്യത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും ഈ വർഷവും പതിവ് തെറ്റിക്കാതെ കൊച്ചുമക്കൾക്കൊപ്പം ശബരീശ സന്നിധിയിലെത്തി. പാറുക്കുട്ടിയമ്മയ്ക്ക് 18-ാം പടി കയറുന്നതിനടക്കം പോലീസ് പ്രത്യേക സൗകര്യമൊരുക്കി. അയ്യപ്പനെ വീണ്ടും കാണാതായതിന്റെ സന്തോഷം പാറുക്കുട്ടിയമ്മ പങ്കുവച്ചു. ഈ വയസ്സാം കാലത്തെ അയ്യപ്പനൊന്ന് കാണുന്ന ആഗ്രഹം കൊണ്ട് വന്നു ഈ 18-ാം പടി കയറി പോലീസുകാർ കയ്യെ പിടിച്ചുകൊണ്ട് അമ്പലത്തങ്ങ് നിർത്തും. അങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുത് പോരുക, അയ്യപ്പൻ അനുഗ്രഹം തരും.
ചെറുപ്പം മുതൽ തന്നെ അയ്യപ്പനോടുള്ള ഇഷ്ടം പാറുക്കുട്ടിയമ്മയ്ക്കുണ്ട്. അയ്യപ്പ കഥകളെല്ലാം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോൾ അമ്മ എന്താണ് കാര്യം ചോദിച്ചൊരു കുട്ടി ചോദിച്ചു, അയ്യപ്പൻ കുട്ടി. അമ്മയ്ക്ക് തലവേദനയാണ്. എന്ത് തലവേദന, എപ്പോൾ തുടങ്ങി എന്ന് ചോദിച്ചു. 2-3 ദിവസമായി തുടങ്ങിയിട്ട് തലവേദന മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. പുലിപ്പാൽ കിട്ടിയാൽ മാത്രമേ തലവേദന വിട്ടു പോവുകയുള്ളൂ എന്ന് പറയുന്നു. ശരി, പുലിപ്പാൽ ഞാനിപ്പോൾ കൊണ്ടുതരാം. പുലിയെല്ലാം കൊണ്ട് ഇപ്പോൾ വരും. ഇഷ്ടം പോലെ പാല് കറന്നെടുത്ത് തലവേദന മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞു അയ്യപ്പൻ. പുലിപ്പുറത്ത് അയ്യപ്പൻ കാട്ടിപ്പോയി പുലിപ്പുറത്ത് കുഞ്ഞും കൂട്ടത്തോടെ വരുന്നു. അപ്പോൾ രാജ്ഞികളും എല്ലാവരും കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാകുന്നു. അയ്യോ എൻ്റെ തലവേദന പോയി, വേഗം കുട്ടിയെ പുലിയെ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. പുലിയെ വേഗം കാട്ടിലേക്ക് അയച്ചു വിട്ടു. എൻ്റെ തലവേദന പോയി, അങ്ങനെ ഇനി പോരെ എന്ന് പറഞ്ഞു. എനിക്ക് വരാൻ കുറച്ച് താമസമുണ്ട്, ഇപ്പം വരില്ല, അമ്മയുടെ തലവേദന മാറിക്കെട്ടിയാൽ മതി എന്ന് അയ്യപ്പൻ കുട്ടി പറയുന്നു. കേൾവിക്കുറവുള്ള അമ്മൂമ്മയ്ക്ക് എല്ലാ സഹായങ്ങളുമായി കൊച്ചുമകൾ അവന്തികയും ശബരിമലയിലെത്തി. ചോദ്യങ്ങളെല്ലാം കൊച്ചുമകളാണ് അമ്മൂമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇഷ്ടമാണോ? എല്ലാ പ്രാവശ്യവും വരാൻ പറ്റുമോ? വയസ്സായില്ലേ? കഴിഞ്ഞ വർഷവും പാറുക്കുട്ടിയമ്മ മല ചവിട്ടിയിരുന്നു. ന്യൂസ് 18 സന്നിധാനം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,480 രൂപ, പവന് 99,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 10,325 രൂപ, പവന് 82,600 രൂപ. വെള്ളി ഗ്രാമിന് 218, കിലോയ്ക്ക് 2,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്